everyone. Hope you are all doing great. So today we are going to discuss one of the most important topic from the chapter India after independence. Okay. So and what is that particular important topic? That is what are the educational achievements? Okay. What are the achievements that was made in the educational sector post independent India? So in order to learn more about this particular topic, let's move on to the content slide. Okay. So before that, I would like to welcome you all to this wonderful and amazing session. Okay. So, list of educational achievements, okay, educational commissions, objectives, and recommendations established in post-independent India. This is the topic. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 3 കമ്മീഷൻസ് ആണ് നമുക്ക് ഇവിടെ ഡെപ്തിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1948. 1948 നിലവിൽ വന്ന രാധാകൃഷ്ണൻ കമ്മീഷനാണ് അതിൽ ആദ്യത്തെ എഡ്യൂക്കേഷണൽ കമ്മീഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 സോ ദ വെരി നെക്സ്റ്റ് ഇയർ ആണ് ആദ്യത്തെ എഡ്യൂക്കേഷണൽ കമ്മീഷൻ നിലവിൽ വന്നത്. സോ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇൻ ഓർഡർ ടു സ്റ്റഡി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവര് 3 റെക്കമെൻഡേഷൻസ് ആണ് മുന്നോട്ട് വെച്ചത്. അതിൽ ഒന്നാമത്തേത് സ്റ്റാർട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ ഇപ്പോ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതുപോലെയുള്ള നോർമൽ ഡിഗ്രീസിന് പുറമെയുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. ദെൻ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഗിവ് എംഫസിസ് ടു വുമൻ. ദെൻ ഫോം ദി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, UGC ഫോം ചെയ്യാം. ഈ 3 റെക്കമെൻഡേഷൻസ് ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഒരിക്കൽ കൂടി രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് 1948. ഓക്കെ, എന്തായിരുന്നു ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പഠനം നടത്തുക. 3 റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചു. ഒന്ന്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുക. ദെൻ വുമണിന് എംഫസിസ് കൊടുക്കുക. ദെൻ മൂന്നാമത്തത് UGC ഫോം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്മീഷനിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നിരിക്കുന്നത്? 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 1952 നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഇതിനെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ചാണ് പഠനം നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ഇംപ്ലിമെന്റ് 3 ലാംഗ്വേജ് ഫോർമുല. സോ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഇവര് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോം ചെയ്യുക. രാധാകൃഷ്ണൻ കമ്മീഷനിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ തുടങ്ങി. പക്ഷെ ഇവിടെ സെക്കൻഡറി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഫോം ചെയ്തത്. ദെൻ എസ്റ്റാബ്ലിഷ് മൾട്ടിപർപ്പസ് സ്കൂൾസ്. ഓക്കെ, മൾട്ടിപർപ്പസ്, ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ലാതെ, പഠനത്തിന് വേണ്ടി മാത്രമല്ലാതെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപർപ്പസിന് വേണ്ടിയിട്ട് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഫോം എ കൗൺസിൽ ഫോർ ടീച്ചർ ട്രെയിനിങ്. അപ്പൊ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണുള്ളത്. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷൻ. ദെൻ 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെന്റ് ചെയ്യുക, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോം ചെയ്യുക, മൾട്ടിപർപ്പസ് സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഫോം ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ഒബ്ജക്റ്റീവും റെക്കമെൻഡേഷൻസും. ആൻഡ് നമ്മുടെ മൂന്നാമത്തേത്, ഓക്കെ, സോ മൂന്നാമത്തെ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഓക്കെ, 1964 ഏകദേശം നമ്മുടെ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 വന്നു. അതിന് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഏത് വന്നിരിക്കുന്നത്? കോത്താരി കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ടു പ്രപ്പോസ് എ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ, ഒരു നാഷണൽ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ പാറ്റേൺ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനായിട്ട് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചത്? ഇംപ്ലിമെന്റ് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. അവിടെയാണ് 10ാം ക്ലാസ്, അതിനുശേഷം 2 വർഷത്തെ +1+2, ദെൻ അഗെയിൻ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് അല്ലെ. അപ്പൊ ഇംപ്ലിമെന്റ് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവലില് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ കോത്താരി കമ്മീഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നു. 1964 സ്റ്റാർട്ട് ചെയ്തു. 3 റെക്കമെൻഡേഷൻസ്
കമ്മീഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇംപ്ലിമെന്റ് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മൂന്നും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കാം. സോ ഈ പറയുന്ന Radhakrishnan Commission 1948, Lakshmana Swamy Mudaliar Commission 1952, then Kothari Commission 1964. So Radhakrishnan Commission അവിടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തപ്പോൾ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തു. അപ്പൊ കോത്താരി കമ്മീഷൻ 1964 ഒരു നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ പ്രപ്പോസ് ചെയ്യാണ് ചെയ്തത്. ഇനി അവരുടെ റെക്കമെൻഡേഷൻസ് ഒന്ന് സെറ്റ് ആക്കി പഠിച്ച മക്കളെ എളുപ്പമാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ ഷുവർ ആയിട്ടും ചോദിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്താണത്? സോ വാട്ട് ആർ ദി മെയിൻ പ്രപ്പോസൽസ് ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മെയിൻ പ്രപ്പോസൽസ് എന്തൊക്കെയാണ്? അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്ത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്നാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? 1986. ഓക്കെ, 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 4 പോയിന്റ് ആണ് നമുക്കുള്ളത്. ഫോക്കസിംഗ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഫോക്കസിംഗ് ഓൺ പ്രൈമറി, ആദ്യം പ്രൈമറി എഡ്യൂക്കേഷൻ തുടങ്ങി അവിടെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് എഡ്യൂക്കേഷൻ കൊണ്ടുപോയി. Then launching Operation Blackboard program to universalize primary education and to improve infrastructure facilities in schools. സ്കൂൾസിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂട്ടുക, അതേപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ യൂണിവേഴ്സലൈസ് ചെയ്യുക. അതിനായിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റാർട്ടിംഗ് നവോദയ വിദ്യാലയസ് ഇൻ എവ്രി ഡിസ്ട്രിക്ട്. ഓക്കെ, എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലകളിലും നവോദയ വിദ്യാലയങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഫൈനലി എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ. അപ്പൊ 4 പോയിന്റുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് ഒരു കുഞ്ഞു കഥ എന്ന് കണക്ട് ചെയ്താലോ? ഒരു പെൺകുട്ടി. ഓക്കെ, സോ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനെയാണ് ഇവിടെ എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. ഇനി ഈ പെൺകുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏത് ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യുക? പ്രൈമറി ക്ലാസ്സുകളിലാണ് ജോയിൻ ചെയ്യുക, അല്ലെ? ഫോക്കസിങ് ഓൺ പ്രൈമറി. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും എഡ്യൂക്കേഷൻ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആയോ? സോ എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ, ദെൻ ഫോക്കസിങ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇനി ഒരു കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം കുട്ടിയുടെ മനസ്സിൽ വീട്ടിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് മുന്നിൽ കാണുന്നത് എന്തായിരിക്കും? ഒരു ബ്ലാക്ക് ബോർഡാണ്, അല്ലെ? ഒരു ബ്ലാക്ക് ബോർഡാണ് മുന്നിൽ കാണുക. സോ ആ ബ്ലാക്ക് ബോർഡ് എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു യൂണിവേഴ്സലൈസ് പ്രൈമറി എഡ്യൂക്കേഷൻ യൂണിവേഴ്സലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബെഞ്ചും ഡെസ്കും ഒരു ചോക്കുകളും എല്ലാമായിട്ട്. സോ സംതിങ് ഡിഫറെന്റ് ആണ്, അല്ലെ? ടു ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ്. പക്ഷെ ഒരുപാട് അകലെയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വിദ്യാഭ്യാസം പോസിബിൾ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ്? നവോദയ വിദ്യാലയങ്ങൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും തുടങ്ങി. Okay, so these were the main proposals of the National Education Policy of 1986. അപ്പൊ ഒന്നുകൂടി നോക്കാം. So first of all, encouraging girls education. പിന്നെ നമ്മൾ നോക്കുന്നു focusing on primary and continuing education. Then launching Blackboard program, Operation Blackboard program in order to universalize primary education and to improve the infrastructure facilities in schools. And finally, starting Navodaya Vidyalayas in every district. Okay. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് നമ്മൾ പഠിച്ചു. അതേപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1986 നമ്മൾ പഠിച്ചു. ഇനി ഇത് കൂടാണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ ഓർക്കേണ്ട മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വഴിവെച്ചു? ഒരു എഡ്യൂക്കേഷനെ തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റാൻ വഴിവെച്ചു എന്നാ പറയുന്നത്. അങ്ങനെ 2009 Government of India enacted a law by which education become a fundamental right. അപ്പൊ നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, in which year education become a fundamental right എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 2009 സർവ ശിക്ഷ അഭിയാൻ and രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ introduced by Union government are joined together and implemented as സമഗ്ര ശിക്ഷ അഭിയാൻ on 2018 onwards. അപ്പൊ ആദ്യം സർവ ശിക്ഷ അഭിയാൻ ഉണ്ടായിരുന്നു, പിന്നീട് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ഉണ്ടായിരുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് എന്ത് ഇംപ്ലിമെന്റ് ചെയ്തു? സമഗ്ര ശിക്ഷ അഭിയാൻ ഇംപ്ലിമെന്റ് ചെയ്തു. അത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാ? 2018. അപ്പൊ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയത് എന്നാ? 2009. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എഡ്യൂക്കേഷന്റെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കമ്മീഷൻസ് ഡിസ്കസ് ചെയ്തു. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറിയത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുണ്ട്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്നാണ് കോത്താരി കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്തത്? Okay, so the first question, Kothari Commission. When did Kothari Commission was introduced? Then the second question, so secondary education
ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത കമ്മീഷൻ ഏതാണ്? Then the third question, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അത് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഓക്കെ. ആൻഡ് ഫൈനലി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറയുന്ന 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ഏത് കമ്മീഷന്റെ ഭാഗമാണ്? ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ? ഓക്കെ. അപ്പൊ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ഇയേഴ്സ് ഉണ്ട്, 2 1 വേർഡ് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തോളൂ. സോ അധികം വൈകാണ്ട് അടുത്ത ഒരു പാർട്ടിന്റെ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം 4-5 ഏരിയാസ് ആണ് നമുക്ക് വരുന്നത്. എക്കണോമിക് സെക്ടറിൽ വരുന്നുണ്ട്, അതേപോലെ സ്പേസ് റിസർച്ചിന്റെ വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അതിൽ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്നത്തെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത പാർട്ടിൽ നമ്മൾ അടുത്തൊരു പാർട്ടുമായിട്ട് അടുത്ത ഒരു സെക്ടറിന്റെ ഡെവലപ്മെന്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.